ഏത് സ്വപ്നവും നമ്മൾ വെറുതെ കണ്ടതുകൊണ്ട് കാര്യമില്ല. അതിനുവേണ്ടി ഒരുപാട് യത്നിച്ചാൽ മാത്രമേ അത് സത്യമാവൂ എന്ന് പറയും. അതുപോലെ തന്നെയാണ് വീട് എന്ന സ്വപ്നവും. വീടിനെക്കുറിച്ച് വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ട് കാര്യമില്ല. അത് സത്യമാക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമം, കഠിനാധ്വാനം, പ്രയത്നം ഒക്കെ ആവശ്യമാണ്. ആ പ്രയത്നത്തിൽ ഒരു കൂട്ടായി വീടിന് മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് പെരുമുണ്ടശ്ശേരിയിലുള്ള മുഹമ്മദ് മാഡോത്തിൻ്റെയും ഹസീനയുടെയും ഹിറ പാലസ് എന്ന വീട്. കോഴിക്കോട് ബേസ്ഡ് ഡിസൈനേഴ്സായ നുഫേൽ ആൻഡ് മുനീർ അസോസിയേറ്റ്സിലെ മുനീർ ഡിസൈൻ ചെയ്ത ഈ വീട് കാണാം ഇന്ന്. തികച്ചും മോഡേൺ ആയ ഒരു എലിവേഷനാണ് ഈ വീടിൻ്റേത്. കണ്ടംപററി എലമെൻറ്റ്സ് തന്നെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. സ്ലോ പ്രൂഫ് ഉണ്ട്, സ്ലാൻറ്റഡ് റൂഫ് ഉണ്ട്, ഫ്ലാറ്റ് റൂഫ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള റൂഫുകൾ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് എലിവേഷന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് എലിവേഷന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്തിട്ടില്ല. വീടിനുള്ളിലുള്ള സ്പേസസിൻ്റെ ഒരു സ്വാഭാവികമായ പ്രതിഫലനം മാത്രമാണ് നമ്മൾ എലിവേഷനിൽ കാണുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ സ്കീമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വെള്ള തന്നെയാണ് പ്രിഡോമിനൻ്റ് ആയ കളർ. അതിനോടൊപ്പം ഒരു ചാര നിറം വരുന്നുണ്ട്, ഒരു കടും നീല നിറം വരുന്നുണ്ട്. അതുപോലെ ചില ചുവരുകളുടെ പാതി ഭാഗത്ത് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്ലോ പ്രൂഫിൽ ഷിംഗിൾസും വന്നിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരേ ടോണിലുള്ള എന്നാൽ പല നിറങ്ങൾ വെള്ളയോടൊപ്പം കടന്നു വരുന്നതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഈ വീടിനെ ഏറെ മനോഹരിയാക്കുന്നു. കോർണർ വിൻഡോസും അതുപോലെ ചെറിയ വിൻഡോസുമാണ് എലിവേഷനിൽ എടുത്തു നിൽക്കുന്ന മറ്റൊരു കാര്യം. സർവ്വ ആഡംബരങ്ങളുമുള്ള ഒരു വലിയ വീട് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഈ വീടിൻ്റെ ഗൃഹനാഥൻ വളരെ നല്ല മറ്റൊരു തീരുമാനം കൂടിയെടുത്തു. നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു തീരുമാനം. സ്വന്തം വീടിനായി ചെലവഴിക്കുന്ന തുകയുടെ 2-3% അധികമായി ചെലവാക്കി സ്വന്തമായൊരു വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരു കുടുംബത്തിന് ഒരു വീട് കൂടി വെച്ച് നൽകി. ഈ പ്രദേശത്ത് തന്നെയാണ് ആ വീട്. ഈ വലിയ വീടിൻ്റെ പാലുകാച്ചലിനൊപ്പം തന്നെ ആ സ്നേഹ വീടിൻ്റെയും പാലുകാച്ചൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും പിന്തുടരാവുന്ന ഒരു മാതൃക അല്ലേ? $65 സെൻറ്റോളം വരുന്ന ഒരു പ്ലോട്ടിലാണ് 5000-ന് മേൽ സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത്. ഈ ഭൂമിയുടെ ഒരു നാച്ചുറൽ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ലെവൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ റോഡിൽ നിന്ന് വളരെ പൊക്കത്തിലാണ് ശരിക്കും വീട് നിൽക്കുന്ന ആ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ നല്ലൊരു സ്ലോപ്പിലൂടെയാണ് നമ്മൾ ഗേറ്റിൽ നിന്ന് കയറി വീടിൻ്റെ മുൻഭാഗത്തേക്ക് വരുന്നത്. അതിന് ഇരുഭാഗവുമായിട്ട് ലോണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ കൂടുതൽ ചെമ്പകവും പാംസും ഒക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു. വീടിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു ഏരിയ മുഴുവൻ കരിങ്കൽ സ്ലാബ്സ് വെച്ചിരിക്കുകയാണ്. അതിനിടയിലൂടെ ബോർഡർ എന്നുള്ള പോലെ ലോണും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീടിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ കളർ സ്കീമുമായിട്ട് നന്നായി ചേർന്ന് പോകുന്ന രീതിയിലാണ് ഇവിടെ ഈ മുന്നിലെ ഭാഗത്തുള്ള ഈ ഒരു ഫ്ലോർ ഏരിയ വരുന്നത്. പ്രധാന വീടിൻ്റെ തൊട്ട് അടുത്തായി ഏതാണ്ട് അതേ പാറ്റേണിൽ തന്നെ ഒരു ഔട്ട് ഹൗസ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം വൈഡായിട്ടാണ്. അതുപോലെ തന്നെ മാക്സിമം ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. മാക്സിമം വെന്റിലേഷൻസ് നൽകിയിട്ടുണ്ട്. ഈ വെന്റിലേഷൻസ് എലിവേഷനെ നല്ല രീതിയിലാക്കുന്ന രീതിയിൽ, നല്ല പ്രൊപ്പോർഷൻ ആക്കുന്ന രീതിയിലാണ് മാക്സിമം വിൻഡോസ് വീടിൻ്റെ ഫേസിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് വീടിൻ്റെ ഭംഗി കൂട്ടുന്നതോടൊപ്പം വീടിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള വെന്റിലേഷൻ എത്താനും ഒരു പരിധിവരെ സഹായിക്കും. പകൽ സമയത്ത് വൈദ്യുതിയുടെ ഉപയോഗം കുറക്കുക എന്നുള്ളത് ഒരു പരിധിവരെ ഈ വെന്റിലേഷൻ നൽകുന്നതോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും.
നെടുനീളൻ വരാന്തയാണ് വീടിൻ്റെ മുന്നിലുള്ളത്. അതിൽ ഒരു പോർഷനിൽ റൂഫിൽ പർഗോള പോലെ കട്ടിങ്സ് കൊടുത്തിരിക്കുകയാണ്, എന്നിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൈലൈറ്റ് നല്ലപോലെ വരും, എന്നാൽ മഴ നനയത്തുമില്ല. അപ്പോൾ അതിന് അടിയിലായിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഫേർണിച്ചർ അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് വീട്ടിലേക്കുള്ള എൻട്രൻസ്. രണ്ട് പ്രധാന വാതിലുകളുണ്ട് വീട്ടിനുള്ളിലേക്കുള്ള എൻട്രൻസിന്. എങ്കിലും ഇത് തന്നെയാണ് അതിൽ ഒരു മെയിൻ ഡോർ എന്ന് പറയുന്നത്. ഒരു 4 പാളികളായിട്ടാണ്, വളരെ വലിയ ഡോറാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഡോറും തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക് ഒരുപാട് പ്രകാശവും അതുപോലെ തന്നെ വായുവും കടന്നു വരും. വളരെ വലിയൊരു ഫോമൽ ലിവിങ് സ്പേസ് തന്നെയാണ്. അതിൻ്റെ നടുവിലായിട്ട് ഇതാ ഒരു ആട്ടുകെട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതിന് തൊട്ടപ്പുറം ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസ് പോലെയാണ്, അതായത് മുകളിൽ നിന്ന് സ്കൈലൈറ്റൊക്കെ കടന്നു വരുന്ന പെബിൾസൊക്കെ വേവിച്ച മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിന് ചുറ്റുമായിട്ടാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെയാണ്, എന്നാലും അവിടെയും വന്നിട്ടുണ്ട്. വളരെ യൂണിഫോമായ, അതുപോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മ്യൂട്ടഡ് ആയിട്ടുള്ള കളറാണ്. അതായത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബേജ് ഷെയ്ഡിലുള്ള ലെതർ ഫിനിഷിലുള്ള സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലാണെങ്കിലും 2 ഫിനിഷ് വന്നിട്ടുണ്ട്. ഇറ്റാലിയൻ മാർബിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വുഡൻ ഫ്ലോറിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ ലാമ്പ് ഫിക്സ്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ, അതുപോലെ സോഫയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ചൈനീസ് പ്രോഡക്ട്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിങ്ങിലേക്ക് വന്നാലും നല്ല വൈറ്റ് ഷെയ്ഡും അതിനൊപ്പം പ്ലൈവുഡിൽ വെനീർ ഒട്ടിച്ചതിൻ്റെ ആ ഒരു വുഡൻ ഫിനിഷും കൂടി ചേർന്ന് വരുന്ന ഒരു കോൺട്രാസ്റ്റാണ് ഫോൾ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു ഡോർ സെപ്പറേഷനോട് കൂടി ഒരു സെപ്പറേറ്റ് റൂം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ഹൈറ്റിനെക്കാട്ടിൽ കൂടുതൽ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഡബിൾ ഹൈറ്റിൻ്റെ അത്രയും ഇല്ലതാണ്. ഇപ്പോൾ നല്ല വോള്യൂം ഫീൽ ചെയ്യുന്ന ഒരു സ്പേസാണ്. 12 കസേരകളുള്ള ഒരു ഡൈനിങ് അറേഞ്ച്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലെ വാള് ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് പെയിൻറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിറയെ ജനാലകളുണ്ട്. നമ്മൾ എലിവേഷൻ്റെ ഭാഗമായിട്ട് കണ്ട ചെറിയ കോർണർ വിൻഡോസ് ആണെങ്കിലും, അതുപോലെ ഈ ഭാഗത്തായിട്ട് വന്നിട്ടുള്ള വലിയ കോർണർ വിൻഡോസ് ആണെങ്കിലും ഒക്കെ ഇവിടെ നല്ല പ്രോമിനൻ്റ് ആയിട്ട് കാണാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രോപ്പറായിട്ട് ഡബിൾ ഹൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ പർഗോളാസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ധാരാളമായിട്ട് വെളിച്ചം ഉള്ളിലേക്ക്, സ്കൈലൈറ്റ് ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ ഫ്ലോറിലാണെങ്കിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്, എന്നിട്ട് അതിനടിയിൽ ഒരു ലെവൽ താഴ്ത്തി നല്ല വൈറ്റ് പെബിൾസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് വാഷ് കൗണ്ടർ സജ്ജീകരിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തെ മറ്റ് സ്പേസസിലേക്കൊക്കെ ഒരു ചെറിയ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലൈവുഡിൽ വെനീർ ഒട്ടിച്ച് ഒരു ചെറിയ സ്ക്രീൻ പോലെ ചെയ്തിട്ടുമുണ്ട്. ഇനി ആ ഭാഗത്തേക്ക് പോവാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ എത്തുന്നത് ഒരു സ്റ്റഡി സ്പേസിലേക്കാണ്. അപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സ്പേസ് പ്ലാനിങ് ആണത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിന് അപ്പുറത്തെ ഭാഗത്തേക്ക് അടുക്കളയായിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് അമ്മയ്ക്ക് കുട്ടികളെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെയൊരു സജ്ജീകരണം ചെയ്തിരിക്കുന്നത്. വളരെ രസമുള്ള 2 ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവും ഒപ്പം വൈറ്റും കൂടി ചേർത്തിട്ടാണ് ഇവിടുത്തെ ടേബിൾസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ വേറെയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. സീലിങ്ങിലാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില നിഷ് സ്പേസസ് കൊടുത്തിരിക്കുന്ന ഒരു വുഡൻ ഫിനിഷിൽ. ഇനി അടുക്കള ഭാഗത്തേക്ക് പോവാം. അടുക്കളയോട് ചേർന്നുള്ള ഒരു വരാന്തയാണിത്. യൂഷ്വലി വീടുകളിൽ കാണാത്ത ഒരു ഫെസിലിറ്റിയാണിത്. ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ പറ്റുന്ന ഒരു ഇടം. ഇൻബിൽറ്റ് ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ
അകത്തെയുള്ള റോഡ്സ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജനാലയുടെ ഇഫക്റ്റ് തന്നെയാണ്, എന്നാൽ തുറന്ന് കിടക്കുകയുമാണ്. ഇനിയാണ് പ്രധാന അടുക്കള കാണാൻ പോകുന്നത്. വളരെ സ്റ്റൈലിഷും സ്ലീക്കുമായിട്ടുള്ള ഒരു അടുക്കളയാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച്മെൻ്റ് ആണ്. വാളിനോട് ചേർത്ത് തന്നെ അത് ചെയ്തെടുത്തിരിക്കുന്നു. നാനോ വൈറ്റ് ആർട്ടിഫിഷ്യൽ മാർബിൾ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് കൗണ്ടറിലും കൊടുത്തിരിക്കുന്നത്. സാധാരണ കാണാത്ത ഒരു മെറ്റീരിയലാണ് ഇവിടുത്തെ സ്റ്റോറേജിന് ഷട്ടേഴ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഇത് മുഴുവനായിട്ടും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ, മെറൂൺ നിറവും പൗഡർ കോട്ടിങ്ങിലൂടെ പെയിൻറ്റ് ചെയ്ത മെറൂൺ ഷെയ്ഡും അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷും, ഇത് രണ്ടിൻ്റെയും കൂടെ കോൺട്രാസ്റ്റ് ആണ്. അത് തന്നെയാണ് ശരിക്കും ഈ അടുക്കളയ്ക്ക് ഒരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് നൽകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് വളരെ സ്പേസ് സേവിങ് ആയിട്ടുള്ള ഐലൻഡ് കിച്ചൺ മാതൃകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ചുറ്റുമായിട്ട് ഒരു സി ഷേപ്പ് കൗണ്ടറുമുണ്ട്. അതുപോലെ വാളിൽ വന്നിട്ടുള്ളത് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സിൽവർ ഷെയ്ഡിലുള്ള ടൈൽസ് അപ്പോക്സി ഫില്ലിങ്ങോട് കൂടി കൊടുത്തിരിക്കുന്നു. വുഡിന് പ്രാധാന്യം നൽകി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമാണ്. ഒരു ഗസ്റ്റ് ബെഡ് എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ വെളിച്ച ക്രമീകരണത്തിന് ജനാലുകളിൽ ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബെഡ്റൂംസിൻ്റെ ജനാലകൾ തുറക്കുന്നത് വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസസിലേക്ക് തന്നെയാണ്. ഇവിടെ ഒരു കോർട്ട്യാർഡിലേക്കാണ് ഈ ജനാല തുറക്കുന്നത്. അപ്പോൾ ക്രോസ് വെന്റിലേഷനുള്ള നല്ലൊരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ഡ്രസ്സിങ് ഏരിയയും ഒക്കെ ഉണ്ട്. ബെഡ്റൂമിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് നമ്മൾ എത്തുന്നത് ഒരു ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫേർണിച്ചർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു കൺവേർട്ടബിൾ ടീപ്പോയാണ്. 3 പ്രതലങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന എന്നാൽ സ്പേസ് സേവിങ് ആയിട്ടുള്ള ഒരു വളരെ ലോ ആയിട്ടുള്ള ടീപ്പോയ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ശരിക്കും നമ്മൾ അപ്പുറത്ത് കണ്ട സ്റ്റഡി ഏരിയയുടെയും ലിവിങ്ങിൻ്റെ ഇടയിൽ വരുന്ന വാളാണിത്. അതിൽ പെർഫറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇടയിലൂടെ അങ്ങോട്ടും ഒരു ചെറിയ വ്യൂ ലഭിക്കുന്നുണ്ട്. ഐവറി ഷെയ്ഡിൽ ഒരു ഇറ്റാലിയൻ ലെതർ സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഫാമിലി ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നത് ഒരു പാഷ്യോയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡെക്ക് എന്നൊക്കെ വിളിക്കാം. നമ്മൾ മുമ്പേ ഗാർഡനിൽ കണ്ടതുപോലെ ഒരു ഊഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പേസിൻ്റെ ഒരു മെയിൻ ഫങ്ഷനാലിറ്റി ആയിട്ട് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂൾ. വീടിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ വീടിൻ്റെ അകത്തായി തന്നെ ഒരു മനോഹരമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ അപ്പുറത്തുണ്ട്. കുറച്ചുകൂടി ലെവൽ താഴ്ന്ന് ഇപ്പുറത്തേക്കും സ്വിമ്മിംഗ് പൂൾ ക്രമീകരിച്ചിരിക്കുന്നു. അലൂമിനിയം കോമ്പോസിറ്റ് പാനലാണ് ഇവിടെ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പോളികാർബണേറ്റ് ഷീറ്റും കൊടുത്തിരിക്കുന്നു. അപ്പോൾ സൺലൈറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വീടിൽ ഇനിയൊരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഹിറ പാലസിൻ്റെ കൂടുതൽ കാഴ്ചകൾ.
തീമാക്കിയ കിഡ്സ് ബെഡ്റൂമാണിത്. ഇവിടെ കാണുന്ന ഫേർണിച്ചർ എല്ലാം തന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ബങ്ക് ബെഡും അതുപോലെ ഒരു ജീപ്പിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോട്ടും ഒക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ ഈ സൈഡിലായിട്ട് ചെയ്തിരിക്കുന്ന വാള്, അത് ഇങ്ക് ബ്ലൂ എന്ന് പറയുന്ന ഷെയ്ഡിലാണ് ഈ വാള് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മാച്ചിങ് ആയിട്ടുള്ള വാർഡ്രോബും കൊടുത്തിരിക്കുന്നു. കിഡ്സ് ബാത്റൂമിൽ ഒരു ജക്കൂസി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. അതിന് തൊട്ട് മുമ്പായി വലതുഭാഗത്തായിട്ട് ഒരു പ്രെയർ റൂം സജ്ജീകരിച്ചിരിക്കുന്നു. ബ്രൗൺ ആൻഡ് ഐവറി തീമിൽ ചെയ്തെടുത്ത മാസ്റ്റർ ബെഡ്റൂമാണിത്. എൻറ്റയർ ഫ്ലോറിങ്ങും ഒറിജിനൽ വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോട്ടിൻ്റെ ഹെഡ് സൈഡിൽ ഒരു പോർഷൻ വാൾപേപ്പർ ഒട്ടിച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. കോട്ടിൻ്റെ ഈ സൈഡിലായിട്ടുള്ള ഈ ജനാല തുറക്കുന്നത് കോർട്ട്യാർഡിലേക്കാണ്. ഫോർമൽ ലിവിങ് സ്പേസിൽ നമ്മൾ കണ്ട കോർട്ട്യാർഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ജനാല വന്നിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാ ബെഡ്റൂംസിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ചെയർ എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുള്ള TV അറേഞ്ച്മെൻറ്റിലേക്ക് കണ്ടെത്തുന്ന രീതിയിൽ വളരെ കംഫർട്ടബിളായി കിടന്ന് കാണാവുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ്. ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും നൽകിയിരിക്കുന്നു. വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മാക്സിമം സ്പേഷ്യസ് ആയിട്ടുള്ള കൂടുതൽ സ്ഥലമുള്ള രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ആയിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്. ആ റിക്വയർമെൻറ്റ്സ് അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാക്സിമം സ്പേസ് ഫ്രീ ആയിട്ട് കുറേ സ്പേസ് ഫ്രീ ആയിട്ട് കാണണം. ഒരിക്കലും കൺജസ്റ്റഡ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻറ്റീരിയർ അല്ല അവർ ഉദ്ദേശിച്ചിരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. സ്റ്റേ കേസ് തുടങ്ങുന്നതിൻ്റെ അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ചെയർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന TV ഇരുന്ന് കാണാനും സൗകര്യമുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. സോളിഡായ തേക്കിൻ തടിയിലാണ് ഇവിടുത്തെ പടികൾ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലാണെങ്കിൽ തടിയുടെയും ഗ്ലാസിൻ്റെയും സ്റ്റീലിൻ്റെയും ഒരു കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നു. സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ഫോൾ സീലിംഗ് വർക്ക് വളരെ എക്സ്റ്റെൻസീവായി മനോഹരമായി ചെയ്തിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കിൻ്റെ ആ ഒരു ഭംഗിയാണ് താഴെ നിന്നേ നമുക്ക് ദൃശ്യമാവുന്നത്. ഇവിടെ കയറി എത്തിക്കഴിയുമ്പോൾ ഫോർമൽ ലിവിങ് ഏരിയയിൽ നമ്മളൊരു കോർട്ട്യാർഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഒരു ഡബിൾ ഹൈറ്റുള്ള കോർട്ട്യാർഡ്. അപ്പോൾ അതിൻ്റെ ആ ഡബിൾ ഹൈറ്റ് ഏരിയ ഇവിടെ നിന്ന് ദൃശ്യമാണ്. അപ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ശരിക്കും ആ ഡബിൾ ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തും കൂടി ലഭിക്കുന്നു. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. നമ്മൾ എലിവേഷൻ്റെ ഭാഗമായിട്ട് കണ്ട സ്ലാൻറ്റിംഗ് റൂഫ് ഉണ്ടല്ലോ, അപ്പോൾ ആ ചരിവ് ശരിക്കും സ്പേസിനുള്ളിൽ അതിമനോഹരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു മുറിയാണിത്. ആ ഒരു സ്ലോപ്പിൽ തന്നെ പല ലെവലുകളിലായിട്ട് ലെയറിങ് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിനിടയിലൂടെ LED ലൈറ്റ്സും കൊടുത്ത് ഒരു മനോഹരമായിട്ടുള്ള ഇഫക്റ്റാണ് സീലിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. വളരെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു വെനീറാണ് ഇവിടുത്തെ കോട്ടിനും അതുപോലെ ഡ്രസ്സിങ് അറേഞ്ച്മെൻറ്റിനും കബോർഡ്സിനും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡായിട്ടുള്ള വുഡൻ പാനലിങ്ങുമായിട്ടാണ്. അതുപോലെ ഈ സൈഡിലെ വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഗ്രേ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. നമ്മൾ എലിവേഷനിൽ കണ്ട ചെറിയ കിളിവാതിൽ പോലത്തെ ജനാലകളുണ്ടായിരുന്നല്ലോ, ആ ജനാലകളാണ് ദാ ഇവിടെ ബെഡ്റൂമിൻ്റെ ഈ വാളിൽ നമ്മൾ കാണുന്നത്. ബെഡ്റൂമിനോട് ചേർന്ന് ഒരു യൂട്ടിലിറ്റി ഏരിയയിലേക്കുള്ള എക്സിറ്റ് ആണ്. ഇതൊക്കെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ലൈറ്റ് ഫിക്സ്ചേഴ്സ് ആണ്.
സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ താരതമ്യേന എം ടി ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ടുള്ള സ്പേസസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇടം. വീട്ടിലത്തെ 5ാമത്തെ ബെഡ്റൂം ഇതാ ഇവിടെയായിട്ടാണ്. ഹിറ പാലസ് എന്ന വീട്ടിലെ താമസക്കാരാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. പ്ലാൻ വരച്ച് ഫൈനലൈസ് ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വരുത്തിയോ? പ്ലാൻ ഫൈനലൈസേഷൻ ഒന്നും ചേഞ്ചസ് വരുത്തിയിട്ടില്ല. കണ്ടിന്യൂ ആയിട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. കുറേ നിർത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ഒന്ന് കണ്ട് മാറ്റണം തോന്നും. ഇത് 1.5 വർഷം കൊണ്ട് കണ്ടിന്യൂ ആയി ഞാൻ അവിടെ നിന്ന് തന്നെ ജയിച്ചുകൊണ്ട് ആ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടൊന്നും ആവശ്യം വന്നിട്ടില്ല. ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട് വെക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊരു നിർധന കുടുംബത്തിനും കൂടി വീട് വെച്ചു. ഇതിൻ്റെ പാലുകാച്ചലിൻ്റെ സമയത്ത് തന്നെ അതിൻ്റെ പാലുകാച്ചലും നടത്തി. എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്ത ശരിക്കും വന്നത്? ഞാൻ ആർക്കിടെക്റ്റിനെ സമീപിച്ചപ്പോൾ ആർക്കിടെക്ട് മുനീറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കോൺട്രാക്ടേഴ്സിനും എൻജിനീയേഴ്സിനൊക്കെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഒരു പെർസെൻറ്റേജും പ്രോഫിറ്റും പോകുന്നുണ്ട്. അതുപോലെ ഒരു പെർസെൻറ്റേജ് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ലേ എന്ന് നിങ്ങളോട് സജഷൻ ചോദിച്ചിരുന്നു. അപ്പോൾ നല്ല കാര്യമായതുകൊണ്ട് ഞാനും അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ ചെയ്യാമെന്നും അങ്ങനെ ഈ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ അതിന് വേണ്ടി ഒരു പ്രോപ്പർട്ടി കണ്ടെത്തി അത് വാങ്ങിച്ചു. ഇതിൻ്റെ ഇതേ കോൺട്രാക്ടേഴ്സിന് തന്നെ അതും കോൺട്രാക്റ്റ് കൊടുത്ത് ഈ വീട് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ അതും പൂർത്തിയാക്കി. അങ്ങനെയാണ് അത് ഈ വീടിൻ്റെ പാലുകാച്ചിൻ്റെ അന്ന് തന്നെ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇത് ശരിക്കും മറ്റുള്ള ആളുകൾക്കൊരു മാതൃകയാവണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണോ ചെയ്തത്? എന്തായിരുന്നു മുഹമ്മദിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ? അതെ, ഞാൻ ചെയ്യുന്നത് വേറൊരാളോട് മാതൃകയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൂടുതൽ പൈസ മുടക്കി ഇവിടെ ചെയ്യുന്ന വീടുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ചെറിയൊരു ശതമാനം ആ ചിലവാക്കുന്നതിൽ നിന്ന് മാറ്റി വെച്ചാൽ ഒരുപാട് വീട് പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. വീടിൻ്റെ പ്ലാൻ വരച്ച് അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നോ? ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഇന്ന സ്പേസ് വേണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. വീടിനൊരു വിശാലത ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കിച്ചൻ്റെ വിശാലമായിട്ട് തന്നെ ഒരുപാട് ആൾക്കാരെല്ലാം വന്നാൽ ഒന്നിച്ചിരിക്കാനും അങ്ങനെ ഒരു വലിയൊരു ഇത് വേണമെന്ന് പറഞ്ഞു. ഏതായാലും ഒരു വലിയ തീരുമാനമാണ് നിങ്ങൾ രണ്ടുപേരും ചേർന്നെടുത്തത്. ഒരുപാട് പേർക്ക് മുഹമ്മദ് പറഞ്ഞതുപോലെ ഇതൊരു മാതൃകയാവട്ടെ. ഒപ്പം ഇത്രയും നല്ലൊരു വീട് സ്വന്തമാക്കിയതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. വീടിൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ചതിന് നന്ദി. എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു മോഡേൺ വീട് തന്നെയാണ് ഹിറ പാലസ്. പക്ഷേ ഈ വീടിനെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഉടമസ്ഥരുടെ മനസ്സാണ്. ഇത്രയും വലിയൊരു വീട് വെക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു നിർധന കുടുംബത്തിന് മറ്റൊരു വീട് കൂടി വെച്ച് നൽകാൻ മുഹമ്മദും ഹസീനയും തീരുമാനിച്ചു. ആ വലിയ സന്ദേശം നമ്മളെല്ലാ മലയാളികൾക്കും സ്വാംശീകരിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് അവതരിപ്പിച്ച വീടും മറ്റ് കാഴ്ചകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെ തീർച്ചയായും എഴുതി അറിയിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും. ഞങ്ങളുടെ അഡ്രസ്സ് പ്രൊഡ്യൂസർ, വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് veed@mmtv.in. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് www.manoramanews.com.